Hello all, welcome to this Academy and welcome to another session of Weekly Current Affairs. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഡിസംബർ 5th മുതൽ ഡിസംബർ 12th വരെയുള്ള ടൈം പീരീഡിൽ നടന്നിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ്. സോ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യേണ്ട, നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. In a significant move to reflect citizen first governance, the central government has announced the renaming of new Prime Minister's Office complex. What is the new name? സിറ്റിസൺ ഫസ്റ്റ് ഗവർണൻസ് എന്നുള്ള കോൺസെപ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് റീസെന്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ഡിസൈഡ് ചെയ്തു? പ്രൈം മിനിസ്റ്ററിന്റെ ഓഫീസ് കോംപ്ലക്സ് റീനെയിം ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ആ പുതിയ നെയിം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കർത്തവ്യ സ്ഥൽ, ഓപ്ഷൻ ബി സേവാ തീർത്ത്, ഓപ്ഷൻ സി ലോക് ഭവൻ ആൻഡ് ഓപ്ഷൻ ഡി ജൻ സേവാ കേന്ദ്ര. ഇതിൽ ഏതാണ് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കോംപ്ലക്സിന്റെ പുതിയ നെയിം എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി സേവാ തീർത്ത്. സേവാ തീർത്ത് ആണെന്ന് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കോംപ്ലക്സിന്റെ പുതിയ നെയിം എന്ന് പറയുന്നത്. ഇറ്റ്സ് സേവാ തീർത്ത്. ആൻഡ് സേവാ തീർത്തിന്റെ മീനിങ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പിൽഗ്രിമേജ് ഓഫ് സർവീസ്. പിൽഗ്രിമേജ് ഓഫ് സർവീസ് എന്നർത്ഥം വരുന്നതാണെന്ത് സേവാ തീർത്ത് എന്നുള്ള ടേം എന്ന് പറയുന്നത്. സോ പിൽഗ്രിമേജ് ഓഫ് സർവീസ്, പിൽഗ്രിമേജ് ഓഫ് സർവീസ് എന്നുള്ളതാണെന്ത് സേവാ തീർത്തിന്റെ മീനിങ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് പിൽഗ്രിമേജ് ഓഫ് സർവീസ്. സോ സിറ്റിസൺ ഫസ്റ്റ് ഗവർണൻസ് അല്ലെങ്കിൽ സിറ്റിസൺസിനാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് പ്രയോറിറ്റി എന്നുള്ള ഗവൺമെന്റ് ആ ഒരു കോൺസെപ്റ്റ് റിഫ്ലക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കോംപ്ലക്സിനെ റീനെയിം ചെയ്തിട്ടുള്ളത്. നേരത്തെ ഇത് അറിയപ്പെട്ടിരുന്നത് എക്സിക്യൂട്ടീവ് കോൺക്ലേവ് എന്നുള്ള പേരിലായിരുന്നു. ബിഫോർ ഇറ്റ് വാസ് നോൺ ആസ് എക്സിക്യൂട്ടീവ് കോൺക്ലേവ്. ഇതിന് മുന്നേ, ഈ റീനെയിമിങ്ങിന് മുന്നേ ഇത് അറിയപ്പെട്ടിരുന്നത് എക്സിക്യൂട്ടീവ് കോൺക്ലേവ് എന്നായിരുന്നു അണ്ടർ ദി സെൻട്രൽ വിസ്ത പ്രൊജക്ട്. സോ സെൻട്രൽ വിസ്ത പ്രൊജക്ട് പ്രകാരം ഈ ഒരു ബിൽഡിങ്ങിന്റെ നേരത്തെയുള്ള പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് എക്സിക്യൂട്ടീവ് കോൺക്ലേവ്. എക്സിക്യൂട്ടീവ് കോൺക്ലേവ് എന്നായിരുന്നു ഈ ഒരു സെൻട്രൽ വിസ്ത പ്രൊജക്ട് പ്രകാരം ഈ ഒരു ബിൽഡിങ്ങിന്റെ നേരത്തെയുള്ള പേരെന്ന് പറയുന്നത്. ഈ എക്സിക്യൂട്ടീവ് കോൺക്ലേവ് എന്നുള്ള പേര് മാറ്റിയിട്ടാണ് എന്ത് ചെയ്യുന്നത് സേവാ തീർത്ത് എന്നുള്ള പേര് ഇപ്പോൾ സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. സോ ഈ സേവാ തീർത്ത് എന്ന് പറയുന്ന ടേം, ഈ ഒരു നെയിം എന്ന് പറയുന്നത് എക്സിക്യൂട്ടീവ് കോൺക്ലേവ് എന്നുള്ള നെയിമിനെയാണ് എന്ത് ചെയ്യുന്നത് റീപ്ലേസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് റീനെയിം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ചില കാര്യങ്ങൾ കൂടിയുണ്ട്. സോ അതിനകത്ത് ഫസ്റ്റ് വൺ ആണ് എന്ത് രാജ്പഥ് എന്ന് പറയുന്നത്. സോ രാജ്പഥ് എന്ന് പറയുന്നത് പ്രസിഡന്റ്സ് ഓഫീസ്, സോ പ്രസിഡന്റിന്റെ റെസിഡൻസ് മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ഒരു ട്രീ ലൈൻഡ് അവന്യൂവിനെ പറയുന്ന പേരാണെന്ത് രാജ്പഥ് എന്ന് പറയുന്നത്. സോ രാജ്പഥ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ, പ്രസിഡന്റ് റെസിഡൻസ് ആയിട്ടുള്ള രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ട്രീ ലൈൻഡ് അവന്യൂ, അതായത് രണ്ട് ഭാഗത്തും ട്രീസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു പാത്ത്, ആ ഒരു റോഡായിരുന്നു രാജ്പഥ് എന്ന് പറയുന്നത്. ആ ഒരു രാജ്പഥിനെ എന്ത് ചെയ്തു ഇപ്പൊ റീനെയിം ചെയ്തിട്ട് അതിന്റെ പേര് കർത്തവ്യ പഥ് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട് റീനെയിം ചെയ്ത് മാറ്റിയിട്ടുണ്ട്. സോ രാജ്പഥ് എന്നുള്ളത് പ്രീവിയസ് ആയിട്ടുള്ള പേരായിരുന്നു, ഇപ്പോൾ ഉള്ള നെയിം എന്ന് പറയുന്നത് കർത്തവ്യ പഥ് ആണ്. ആൻഡ് രാജ്പഥ് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ഒരു റോഡ്, രണ്ട് സൈഡിലും ട്രീസ് വെച്ച് പിടിപ്പിച്ചിട്ടുള്ള ആ ഒരു റോഡ് അല്ലെങ്കിൽ ട്രീ ലൈൻഡ് അവന്യൂവിനെ വിളിക്കുന്ന പേരായിരുന്നു രാജ്പഥ്. അതിന് എന്ത് ചെയ്തു കർത്തവ്യ പഥ് എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണേഴ്സ് റെസിഡൻസിനെ വിളിച്ചുകൊണ്ടിരുന്നത് രാജ്ഭവൻ എന്നുള്ള പേരിലായിരുന്നു. സോ ഗവർണറിന്റെ റെസിഡൻസിനെ വിളിച്ചുകൊണ്ടിരുന്നത് രാജ്ഭവൻ എന്നുള്ള പേരിലായിരുന്നു. ഈ രാജ്ഭവൻ എന്നുള്ള പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചേഞ്ച് ചെയ്ത് ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. സോ രാജ്ഭവൻ ആയിരുന്നു ഗവർണറിന്റെ, ഒരു സ്റ്റേറ്റ് ഗവർണറിന്റെ റെസിഡൻസിന്റെ മുന്നേ ഉള്ള പേരെന്ന് പറയുന്നത് ഇറ്റ് വാസ് രാജ്ഭവൻ. ആ രാജ്ഭവൻ എന്നുള്ള പേര് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ചേഞ്ച് ചെയ്ത് ലോക് ഭവൻ എന്നാക്കി മാറ്റിയിട്ടുണ്ട്. ഇതാണ് റീസെന്റ് ആയിട്ട് റീനെയിം ചെയ്യപ്പെട്ടിട്ടുള്ള ബിൽഡിങ്സ് അല്ലെങ്കിൽ റീനെയിം ചെയ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. സോ നേരത്തെ എക്സിക്യൂട്ടീവ് കോൺക്ലേവ് ആയിരുന്ന പ്രൈം മിനിസ്റ്റേഴ്സ് ഓഫീസ് കോംപ്ലക്സിനെ ഇപ്പൊ സേവാ തീർത്ത് എന്ന് റീനെയിം ചെയ്യുന്നു. അതുപോലെ തന്നെ പ്രൈം മിനിസ്റ്റേഴ്സ് റെസിഡൻസ്, പ്രസിഡന്റ്സ് റെസിഡൻസ് രാഷ്ട്രപതി ഭവൻ മുതൽ ഇന്ത്യ ഗേറ്റ് വരെയുള്ള ആ ഒരു ട്രീ ലൈൻഡ് അവന്യൂവിനെ വിളിക്കുന്ന പേരായിരുന്നു രാജ്പഥ്. അതിന് എന്ത് ചെയ്തു കർത്തവ്യ പഥ് എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗവർണറിന്റെ ഒഫീഷ്യൽ റെസിഡൻസ് ആയിട്ടുള്ള രാജ്ഭവനെ എന്ത് ചെയ്തിട്ടുണ്ട് ലോക് ഭവൻ എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. ഇതാണ് റീസെന്റ് ആയിട്ട് നടന്നിട്ടുള്ള റീനെയിമിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Which state recently received Geographical Indication Tag (GI tag)? Which state recently received Geographical Indication Tag (GI tag) for 5 new products, including the Vorayur cotton saree and Kavindappadi Nattu Sakkare?
So which state recently received the geographical indication tag GI tags for 5 new products including the Borayur cotton sari and Kavindappadi Nattu Sakkare? ഈ രണ്ട് പ്രൊഡക്ട്സ്, അതായത് ബൊറയൂർ കോട്ടൺ സാരിയും കാവിന്തപ്പടി നാട്ടു സക്കരയും അടക്കം 5 പുതിയ പ്രൊഡക്ട്സിന് റീസെന്റ് ആയിട്ട് GI ടാഗ്, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഈ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ടാഗ്സ് റിസീവ് ചെയ്ത ഈ 5 ന്യൂ പ്രൊഡക്ട്സും ഏത് സ്റ്റേറ്റിൽ ബിലോങ് ചെയ്യുന്നു എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ കേരള, ഓപ്ഷൻ ബി കർണാടക, ഓപ്ഷൻ സി തമിഴ്നാടു ആൻഡ് ഓപ്ഷൻ ഡി ആന്ധ്രാപ്രദേശ്. ഇതിൽ ഏത് സ്റ്റേറ്റിലാണ് ഈ 5 GI ടാഗ്സ് റിസീവ് ചെയ്ത പ്രൊഡക്റ്റും ബിലോങ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി തമിഴ്നാടു. സോ തമിഴ്നാടു ആണ് എന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതായിരുന്നു ആ ന്യൂസ് എന്ന് പറയുന്നത്. സോ ബൊറയൂർ കോട്ടൺ സാരി ആൻഡ് കാവിന്തപ്പടി നാട്ടു സക്കരെ, നാമക്കൽ സോഫ്റ്റ് സ്റ്റോൺ കുക്ക്വെയർ among the 5 തമിഴ്നാട് products to get GI tags. സോ തമിഴ്നാട്ടിൽ നിന്നുള്ള 5 പ്രൊഡക്ട്സിന് എന്ത് ചെയ്തിട്ടുണ്ട്? GI ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. ആ 5 പ്രൊഡക്ട്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റിനകത്ത് ഉണ്ടായിരുന്ന ബൊറയൂർ കോട്ടൺ സാരി. സോ ബൊറയൂർ കോട്ടൺ സാരി എന്ന് പറയുന്ന GI ടാഗ് റിസീവ് ചെയ്തിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. അതുപോലെ തന്നെ കാവിന്തപ്പടി നാട്ടു സക്കര, അതായത് ഒരു ജാഗറി പൗഡർ, ശർക്കരയുടെ ഒരു പൊടിയാണ് ഈ ഒരു കാവിന്തപ്പടി നാട്ടു സക്കര എന്ന് പറയുന്നത്. അതിന് എന്ത് ചെയ്തിട്ടുണ്ട്? GI ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നാമക്കൽ മക്കൾ പത്തിരങ്കൽ സോഫ്റ്റ് സ്റ്റോൺ കുക്ക്വെയർ. സോ സോഫ്റ്റ് സ്റ്റോൺ വെച്ചിട്ടുള്ള ഒരു കുക്ക്വെയർ ആണ് ഈ ഒരു നാമക്കൽ മക്കൾ പാത്രങ്ങൾ. സോ നാമക്കൽ മക്കൾ പാത്രങ്ങൾ സോഫ്റ്റ് സ്റ്റോൺ കുക്ക്വെയർ ആണ്, അതിന് GI ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ തൂയമല്ലി റൈസ് വെറൈറ്റി, സോ തൂയമല്ലി റൈസ് വെറൈറ്റിക്കും GI ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതുപോലെ തന്നെ അംബാസമുദ്രം ചോപ്പു സാമാൻ, ദാറ്റ് ഈസ് വുഡൻ ടോയ്സ്, അതായത് അംബാസമുദ്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന വുഡൻ ടോയ്സ്, ചോപ്പ് സാമാനം എന്ത് ചെയ്തിട്ടുണ്ട്? GI ടാഗ് റിസീവ് ചെയ്തിട്ടുണ്ട്. ഇതാണ് റീസെന്റ് ആയിട്ട് തമിഴ്നാട്ടിൽ നിന്ന് GI ടാഗ്സ് റിസീവ് ചെയ്തിട്ടുള്ള 5 പ്രൊഡക്ട്സ് എന്ന് പറയുന്നത്. ബൊറയൂർ കോട്ടൺ സാരി, കാവിന്തപ്പടി നാട്ടു സക്കരെ, ദാറ്റ് ഈസ് ജാഗറി പൗഡർ, അതുപോലെ തന്നെ നാമക്കൽ മക്കൾ പാത്രങ്ങൾ സോഫ്റ്റ് സ്റ്റോൺ കുക്ക്വെയർ, സോഫ്റ്റ് സ്റ്റോൺ യൂസ് ചെയ്തിട്ടുള്ള പാത്രങ്ങളാണ് ഈ ഒരു നാമക്കൽ മക്കൾ പാത്രങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ട്രഡീഷണൽ ആയിട്ട് തൂയമല്ലി റൈസ് വെറൈറ്റി ആൻഡ് അംബാസമുദ്രം ചോപ്പു സാമാൻ, അതായത് അംബാസമുദ്രത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് വുഡൻ ടോയ് ആണ് അംബാസമുദ്രം ചോപ്പു സാമാൻ. ഈ 5 പ്രൊഡക്ട്സിനാണ് തമിഴ്നാട്ടിൽ നിന്ന് എന്തിയിട്ടുള്ളത്? റീസെന്റ് ആയിട്ട് GI ടാഗ്സ് റിസീവ് ചെയ്തിട്ടുള്ളത്. Next question. As a part of the agreements signed during the President's Putin visits, Russia officially joined which India-led conservation initiative? റീസെന്റ് ആയിട്ട് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ഇന്ത്യ വിസിറ്റ് ചെയ്തിരുന്നു. സോ വ്ളാഡിമിർ പുടിൻ ഇന്ത്യ ആയിട്ട് ഏത് എഗ്രിമെന്റ് ഇന്ത്യയായിട്ട് സൈൻ ചെയ്ത ഏത് എഗ്രിമെന്റ് പ്രകാരം ഏത് ഇന്ത്യ-ലെഡ് കൺസർവേഷൻ ഇനിഷ്യേറ്റീവിലാണ് ജോയിൻ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. റീസെന്റ് ആയിട്ടുള്ള റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ ഇന്ത്യയിലേക്കുള്ള വിസിറ്റിൽ ഒരു എഗ്രിമെന്റ് സൈൻ ചെയ്തു. ആ ഒരു എഗ്രിമെന്റ് പ്രകാരം റഷ്യ ഏത് കൺസർവേഷൻ ഇനിഷ്യേറ്റീവ്, ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഏത് കൺസർവേഷൻ ഇനിഷ്യേറ്റീവിലാണ് ജോയിൻ ചെയ്തത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്റർനാഷണൽ സോളാർ അലയൻസ്, ഓപ്ഷൻ ബി കോalition ഫോർ ഡിസാസ്റ്റർ റെസിലിയന്റ് ഇൻഫ്രാസ്ട്രക്ചർ, ഓപ്ഷൻ സി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ആൻഡ് ഓപ്ഷൻ ഡി ഗ്ലോബൽ ബയോഫ്യൂൽ അലയൻസ്. ഇതിൽ ഏത് ഇന്ത്യ-ലെഡ് കൺസർവേഷൻ ഇനിഷ്യേറ്റീവിലാണ് റഷ്യ ഒഫീഷ്യലി ജോയിൻ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്, IBCA. ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലാണ് എന്ത് ചെയ്യുന്നത്? റഷ്യ ഒഫീഷ്യലായിട്ട് ജോയിൻ ചെയ്യുന്നത്. സോ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിലേക്ക് ജോയിൻ ചെയ്യുന്ന 19th മെമ്പർ, 19ാമത്തെ മെമ്പർ ആണെന്ത്? റഷ്യ എന്ന് പറയുന്നത്. ഓൾറെഡി ഈ ഒരു അലയൻസിനകത്ത് 18 മെമ്പർ ഉണ്ടായിരുന്നു. ഇതിലേക്ക് ജോയിൻ ചെയ്യുന്ന 19ാമത്തെ മെമ്പർ ആണെന്ത്? റഷ്യ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്നുള്ള ഈ ഒരു ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത് ഇന്ത്യ ലീഡ് ചെയ്യുന്ന ഒരു ഇനിഷ്യേറ്റീവ് ആണ്. ഇന്ത്യ ആണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു അലയൻസ് ഫോം ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ലൊക്കേറ്റഡ് അറ്റ് ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഹെഡ് ക്വാർട്ടേഴ്സ് ഓഫ് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് ഇസ് ലൊക്കേറ്റഡ് ഇൻ ന്യൂഡൽഹി. ന്യൂഡൽഹിയിലാണ് ഈ ഒരു അലയൻസിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്തിരിക്കുന്നത്? ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി എന്താണ് ഈ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ വേൾഡിൽ കാണുന്ന, ലോകത്തിൽ കാണുന്ന 7 ബിഗ് കാറ്റ് സ്പീഷീസ്, നമ്മുടെ വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 7 ബിഗ് കാറ്റ് സ്പീഷീസ്, 7 ബിഗ് കാറ്റ് സ്പീഷീസ്, വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 7 ബിഗ് കാറ്റ് സ്പീഷീസിനെ പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ത്? ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ് ആ 7 ബിഗ് കാറ്റ് സ്പീഷീസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൈഗർ, ലയൺ,
leopard, snow leopard, cheetah. So tiger, lion, leopard, snow leopard, cheetah, jaguar and puma. Jaguar and puma. ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ ആൻഡ് പൂമ. ഇതാണ് 7 ബിഗ് കാറ്റ് സ്പീഷീസ് എന്ന് പറയുന്നത്. നമ്മുടെ വേൾഡിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന 7 ബിഗ് കാറ്റ്സ് ആണ് ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ ആൻഡ് പൂമ. ഈ 7 ബിഗ് കാറ്റ് സ്പീഷീസിനെ കൺസേർവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും പ്രൊട്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും ഇന്ത്യ ഫോം ചെയ്ത അലയൻസ് ആണെന്ത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ്. അതിലേക്ക് ജോയിൻ ചെയ്യുന്ന 19ാമത്തെ മെമ്പർ കൺട്രിയാണ് റഷ്യ എന്ന് പറയുന്നത്. ബിഗ് കാറ്റ് സ്പീഷീസിൽ ഈ 5 ബിഗ് കാറ്റ് സ്പീഷീസ്, അതായത് ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ് ആൻഡ് ചീറ്റ, ഇതിനെ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. സോ ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ഈ 5 സ്പീഷീസിനെ നമുക്ക് ഇന്ത്യയിൽ കാണാൻ സാധിക്കും. ബട്ട് ജാഗ്വർ ആൻഡ് പൂമ ഇതിനെ എന്ത് കാണാൻ സാധിക്കില്ല? നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. സോ ദീസ് 2 സ്പീഷീസ് ആർ നോട്ട് ഫൗണ്ട് ഇൻ ഇന്ത്യ. ഈ 7 ബിഗ് കാറ്റ് സ്പീഷീസിലെ 5 ബിഗ് കാറ്റ് സ്പീഷീസിനെയും നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കും. ബട്ട് ജാഗ്വറിനെയും അതുപോലെ തന്നെ പൂമയും എന്ത് ചെയ്യാൻ സാധിക്കില്ല? നമുക്ക് ഇന്ത്യയിൽ കാണാനായിട്ട് സാധിക്കില്ല. അതുപോലെ തന്നെ റഷ്യയിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന, റഷ്യയിൽ ഇതിനകത്ത് ഏതൊക്കെ സ്പീഷീസ് ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ റഷ്യ ഏതൊക്കെ ബിഗ് കാറ്റ്സിന് ഹോം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമൂർ ടൈഗർ ആൻഡ് സ്നോ ലെപ്പേർഡ്. റഷ്യയിൽ കാണാൻ സാധിക്കുന്ന 2 ബിഗ് കാറ്റ്സ് ആണ് അമൂർ ടൈഗർ അതുപോലെ തന്നെ സ്നോ ലെപ്പേർഡ്. അമൂർ ടൈഗറും സ്നോ ലെപ്പേർഡും ആണ് റഷ്യ ഹോമേജ് കൊടുക്കുന്ന 2 ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത്. സോ റഷ്യ ഹോം ആയിട്ടുള്ള 2 ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അമൂർ ടൈഗർ ആൻഡ് സ്നോ ലെപ്പേർഡ്. ആൻഡ് റഷ്യ എന്ത് ചെയ്തിട്ടുണ്ട്? ഇപ്പൊ 19th മെമ്പർ ആയിട്ട് ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. So these are the facts related to International Big Cat Alliance. Recent ആയിട്ട് NDPC എക്സാംസിന്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ആൻഡ് NDPC നെക്സ്റ്റ് ഇയറിലേക്കുള്ള NDPC 2025 എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ നിങ്ങൾക്ക് ക്ലാസ്സസ് വേണമെന്നുണ്ടെങ്കിൽ ദിശ അക്കാഡമിയുടെ പുതിയ NTPC ലൈവ് ഓൺലൈൻ കോഴ്സ് ഇപ്പോൾ ഓപ്പൺ ആണ്. ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു കോഴ്സിൽ ഫ്രം ദ ഫൗണ്ടേഷൻ ലെവൽ നമ്മൾ ക്ലാസ്സസ് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിന്റെ ഫീ എന്ന് പറയുന്നത് 5500 rupees ആണ്. ബട്ട് നമ്മളിപ്പോൾ അതൊരു 5000 rupees എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഈ ഒരു കോഴ്സിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ കോഴ്സിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ആവശ്യമാണെന്നുണ്ടെങ്കിലോ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. 8075753676 or 7012615062. ഇൻട്രസ്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു കോഴ്സിനകത്ത് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് GD എക്സാംസിന്റെ നോട്ടിഫിക്കേഷനും വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് GD എക്സാംസിന് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ GD ഓൺലൈൻ ബാച്ച് ഇപ്പോൾ ആക്റ്റീവ് ആണ്. ഈ ഒരു ബാച്ചിനകത്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ബാച്ചിനെ കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസിന് വേണ്ടിയിട്ടും ആൻഡ് ജോയിനിങ്ങിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. 8075753676 ആൻഡ് 7012615062. GD എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ ഒരു കോഴ്സ്, ഈ ഒരു GDയുടെ ഓൺലൈൻ കോഴ്സും നമുക്കിപ്പോൾ ഓപ്പൺ ആണ്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ. Next question. SEBI recently introduced a single window interface to simplify the registration process for foreign investors. What is this gateway called? SEBI ഇപ്പോൾ റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു സിംഗിൾ വിൻഡോ ഇന്റർഫേസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ സിംഗിൾ വിൻഡോ ഇന്റർഫേസിന്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന്റെ രജിസ്ട്രേഷൻ പ്രോസസ് എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് ഈ ഒരു ഗേറ്റ്വേയുടെ പേരെന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ വെൽക്കം ഫൈ, ഓപ്ഷൻ ബി സ്വാഗത് ഫൈ, ഓപ്ഷൻ സി സുഗം FPI ആൻഡ് ഓപ്ഷൻ ഡി ഇൻവെസ്റ്റ് ഇൻ. ഇതിലേതാണ് സെബി റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത ആ ഒരു സിംഗിൾ വിൻഡോ ഇന്റർഫേസിന്റെ പേര് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി സ്വാഗത് FI. സോ സ്വാഗത് FI ആണെന്ത്? സെബി റീസെന്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത സിംഗിൾ വിൻഡോ ഇന്റർഫേസിന്റെ പേരെന്ന് പറയുന്നത്. ആൻഡ് വെൻ ഇറ്റ് കംസ് ടു സ്വാഗത് FI, ഇതായിരുന്നു ന്യൂസ് എന്ന് പറയുന്നത്. സോ വെൻ ഇറ്റ് കംസ് ടു സ്വാഗത് FI ആണെന്ത്? സെബി റീസെന്റ് ആയിട്ട് അൺവീൽ ചെയ്തിട്ടുള്ള സിംഗിൾ വിൻഡോ ഗേറ്റ്വേ എന്ന് പറയുന്നത്. ആൻഡ് ഇത് ബേസിക്കലി എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ റിസ്ക് ഉള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, ഇന്ത്യയുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് എന്ത് ചെയ്യുക? ആ ഒരു രജിസ്ട്രേഷൻ പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്ത് കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഈ ഒരു ഇന്റർഫേസ് എന്ത് ചെയ്ത്
സെബി അൺവീൽ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഈ ഒരു സ്വാഗത് FIയുടെ എക്സ്പാൻഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിംഗിൾ വിൻഡോ ഓട്ടോമാറ്റിക് ആൻഡ് ജനറലൈസ്ഡ് ആക്സസ് ഫോർ ട്രസ്റ്റഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് സ്വാഗത് FIയുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത്. സിംഗിൾ വിൻഡോ ഓട്ടോമാറ്റിക് ആൻഡ് ജനറലൈസ്ഡ് ആക്സസ് ഫോർ ട്രസ്റ്റഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ഇതാണ് സ്വാഗത് FI എന്ന് എന്ത് ചെയ്തിരിക്കുന്നത്, ഷോർട്ട് ചെയ്ത് പറയുന്നത്. സോ സിംഗിൾ വിൻഡോ ഓട്ടോമാറ്റിക് ആൻഡ് ജനറലൈസ്ഡ് ആക്സസ് ഫോർ ട്രസ്റ്റഡ് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്. ആൻഡ് ഇത് ബേസിക്കലി ആരെയാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലോ റിസ്ക് ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് വലിയ റിസ്കുകൾ ഇല്ലാത്ത ഫോറിൻ ഇൻവെസ്റ്റേഴ്സ്, അതായത് ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാലും അല്ലെങ്കിൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള ഫോറിൻ ഇൻവെസ്റ്റേഴ്സിന് കുറച്ചും കൂടി സിംപ്ലിഫൈഡ് പ്രോസസ്സ് വഴി അല്ലെങ്കിൽ സിംപ്ലിഫൈഡ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വിൻഡോയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഫ്രെയിംവർക്ക് വഴി നമ്മൾ മെയിൻ ആയിട്ട് ലക്ഷ്യമിടുന്ന ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോവറിൻ വെൽത്ത് ഫണ്ട്സ്, അതുപോലെ തന്നെ മറ്റു രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്ക്സ്, മൾട്ടിലാറ്ററൽ ബോഡീസ്, ഗവൺമെന്റ് ഓൺഡ് ഫണ്ട്സ്, റെഗുലേറ്റഡ് പബ്ലിക് റീറ്റെയിൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പെൻഷൻ ഫണ്ട്സ്. ഇതാണ് എന്ത് ചെയ്യുന്നത് ഈ എൻറ്റിറ്റീസിന് അപ്ലൈ ആയിട്ട് വരുന്നത്. സോ സോവറിൻ വെൽത്ത് ഫണ്ട്സ്, സെൻട്രൽ ബാങ്ക്സ്, മൾട്ടിലാറ്ററൽ ബോഡീസ്, ഗവൺമെന്റ് ഓൺ ഫണ്ട്സ്, റെഗുലേറ്റഡ് പബ്ലിക് റീറ്റെയിൽ ഫണ്ട്സ്, ഇൻഷുറൻസ് കമ്പനീസ് ആൻഡ് പെൻഷൻ ഫണ്ട്സ്. ആൻഡ് ഇതുവഴി ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരേ സമയം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആയിട്ട് നിൽക്കാൻ സാധിക്കും, അതുപോലെ തന്നെ FVCI ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിൽക്കാനായിട്ട് സാധിക്കും. ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻഡസ്ട്രിയലിസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, നിൽക്കാനായിട്ട് സാധിക്കും. അതായത് ഒരേ സമയം FP ആയിട്ടും അതുപോലെ തന്നെ FVCI ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, നിൽക്കാനായിട്ട് സാധിക്കും. ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്, ദാറ്റ് ഈസ് ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും ഒരേ സമയം FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് ആയിട്ടും അതുപോലെ തന്നെ FVCI. സോ FVCI മീൻസ് ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റേഴ്സ്. FVCI. സോ സ്വാഗത് FI, ഈ ഒരു സ്വാഗത് FI എന്ന് പറഞ്ഞ ഒരു ഇന്റർഫേസിന്റെ മെയിൻ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും, ഒരേ സമയം എക്സ്ട്രാ ഡോക്യുമെന്റേഷൻ ഒന്നും കൂടാതെ ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആയിട്ടും രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, രജിസ്റ്റർ ചെയ്യാൻ സാധിക്കും. ഇതാണ് സ്വാഗത് FIയുടെ മെയിൻ ഹൈലൈറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് ഒരു എക്സ്ട്രാ ഡോക്യുമെന്റേഷനും ഇല്ലാതെ, അതായത് ഒരു അഡീഷണൽ ഡോക്യുമെന്റ് പോലും സബ്മിറ്റ് ചെയ്യാതെ ഒരേ സമയം ഒരു സിംഗിൾ രജിസ്ട്രേഷൻ വഴി എന്ത് ചെയ്യാൻ സാധിക്കും, ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റർ ആയിട്ടും ഇന്ത്യയുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും, അതുപോലെ തന്നെ ഫോറിൻ വെഞ്ചർ ക്യാപിറ്റൽ ഇൻവെസ്റ്റർ ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഇന്ത്യയുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതാണ് ഈ ഒരു സ്വാഗത് FIയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതായത് ഒരൊറ്റ എക്സ്ട്രാ ഡോക്യുമെന്റേഷൻ പോലും വേണ്ട, ഒരൊറ്റ രജിസ്ട്രേഷൻ വഴി ഒരേ സമയം FP ആയിട്ടും ഒരേ സമയം FVCI ആയിട്ടും എന്ത് ചെയ്യാൻ സാധിക്കും, ഒരു ഫോറിൻ ഇൻവെസ്റ്റർക്ക് ഇന്ത്യയിൽ രജിസ്റ്റർ ചെയ്യാനും ഇന്ത്യയുടെ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനും സാധിക്കും. സോ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സ് സിംപ്ലിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, സെബി ഈ ഒരു ഇന്റർഫേസ് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which new program has India recently launched to protect and digitize ancient manuscripts? ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് പ്രൊട്ടക്ട് ചെയ്യാനും അതിനെ ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ഇന്ത്യ ഗവൺമെന്റ് റീസെന്റ് ലോഞ്ച് ചെയ്ത പുതിയ പ്രോഗ്രാമിന്റെ പേര് എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഡിജിറ്റൽ ഹെറിറ്റേജ് മിഷൻ, ഓപ്ഷൻ ബി മാനുസ്ക്രിപ്റ്റ് പ്രിസർവേഷൻ സ്കീം, ഓപ്ഷൻ സി ഗ്യാൻ ഭാരതം മിഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഭാരത് ലൈബ്രറി ഇനിഷ്യേറ്റീവ്. ഇതിൽ ഏത് പ്രോഗ്രാമാണ് ഇന്ത്യ റീസെന്റ് ആയിട്ട് ലോഞ്ച് ചെയ്തത് ഫോർ പ്രൊട്ടക്ടിങ് ആൻഡ് ഡിജിറ്റലൈസിങ് ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഗ്യാൻ ഭാരതം മിഷൻ. സോ ഗ്യാൻ ഭാരതം മിഷൻ ആണ് ഇന്ത്യയിലെ ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുന്നതിനും ഡിജിറ്റലൈസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് എന്ത് ചെയ്തിരിക്കുന്നത്, ഗവൺമെന്റ് ലോഞ്ച് ചെയ്തിരിക്കുന്ന സ്കീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു സ്കീം വഴി മോർ ദാൻ 1 crore, അതായത് 1 കോടിയിലധികം ഏൻഷ്യന്റ് മാനുസ്ക്രിപ്റ്റ്സ്
പ്രൊട്ടക്ട് ചെയ്യാനും ഡിജിറ്റലൈസ് ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗവൺമെന്റ് എയിം ചെയ്യുന്നത്. മോർ ദാൻ 1 crore മാനുസ്ക്രിപ്റ്റ്സ്, 1 കോടിയിലധികം മാനുസ്ക്രിപ്റ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, ഡിജിറ്റലൈസ് ചെയ്യുക. ഇതാണ് ഈ ഒരു സ്കീമിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു ഗ്യാൻ ഭാരതം മിഷന് വേണ്ടിയിട്ട് സെൻട്രൽ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ₹491.66 crore 491 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഫോർ ദ ഇയർ 2025 to 31. 2025 മുതൽ 31 വരെയുള്ള ഈ ഒരു ടൈം പീരീഡിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു പ്രൊജക്ടിന് വേണ്ടിയിട്ട്, ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് 491.66 crores എന്ത് ചെയ്തിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട് ഇൻ ദി യൂണിയൻ ബഡ്ജറ്റ്. റീസെന്റ് ആയിട്ടുള്ള 2025 ബഡ്ജറ്റിൽ ഈ ഒരു ഗ്യാൻ ഭാരതം മിഷന് വേണ്ടിയിട്ട് 491 കോടി രൂപ എന്ത് ചെയ്തിട്ടുണ്ട് വകയിരുത്തിയിട്ടുണ്ട്. ആൻഡ് ഈ ഒരു പ്രൊജക്ട് വഴി അല്ലെങ്കിൽ ഈ ഒരു മിഷൻ വഴി 1 കോടിയിലധികം ഏൻഷ്യൻ മാനുസ്ക്രിപ്റ്റ്സ് പ്രൊട്ടക്ട് ചെയ്യുക, ഡിജിറ്റലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഇത് ഗവൺമെന്റ് എയിം എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, why did the IMF give India a C grade? Why did the IMF give India a C grade on its national account despite high GDP growth figures? ഇന്ത്യക്ക് ഇത്തവണ ഹൈ GDP ഗ്രോത്ത് ഉണ്ടെങ്കിൽ പോലും എന്തുകൊണ്ടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യക്ക് ഒരു C ഗ്രേഡ് അലോട്ട് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ വൈ ഡിഡ് ദി IMF give India a C grade on its national accounts despite high GDP growth figures? Option A, falling exports. Option B, India uses old base year plus informal sector gaps. Option C, high inflation. And option D, low forex reserves. ഇതിൽ ഏത് റീസൺ കൊണ്ടാണ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഇന്ത്യക്ക് C ഗ്രേഡ് പ്രൊവൈഡ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. ഇന്ത്യ യൂസസ് ഓൾഡ് ബേസ് ഇയർ പ്ലസ് ഇൻഫോർമൽ സെക്ടർ ഗ്യാപ്സ്. ഈ ഒരു റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് ഒരു C ഗ്രേഡ് കൊടുത്തിരിക്കുന്നത്. എല്ലാ കാര്യത്തിനകത്തും C ഗ്രേഡ് അല്ല, ഒരു പെർട്ടിക്കുലർ സെക്ഷനിൽ മാത്രം എന്ത് ചെയ്തിട്ടുണ്ട് ഇന്ത്യക്ക് IMF C ഗ്രേഡ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത് അലോട്ട് ചെയ്തിരിക്കുന്നത്. ആൻഡ് അതിന്റെ റീസൺ എന്ന് പറയുന്നത് ഇന്ത്യ ഇപ്പോഴും GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട്, കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പഴയ ബേസ് ഇയർ ആണ് എന്ത് ചെയ്യുന്നത് യൂസ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ബേസ് ഇയർ എന്ന് പറയുന്നത് 2011-12 എന്നുള്ള ബേസ് ഇയർ ആണ്. 2011-12 ബേസ് ഇയർ ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യ ഇപ്പോഴും GDPയുടെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ബട്ട് നൗ ഗവൺമെന്റ് എന്ത് ചെയ്തിട്ടുണ്ട്, ഇപ്പൊ റീസെന്റ് ആയിട്ട് ഈ ഒരു ബേസ് ഇയർ റിവിഷന് വേണ്ടിയിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് നമ്മൾ പുതിയ ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിരിക്കുന്നത് 2022-23 ആണ്. നമ്മൾ ബേസ് ഇയർ റിവൈസ് ചെയ്യാനായിട്ട് ഓൾറെഡി ഡിസൈഡ് ചെയ്തു. അതായത് IMF പറയുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് ബേസ് ഇയർ റിവൈസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് വേണ്ടി ഒരു കമ്മിറ്റി സെറ്റപ്പ് ചെയ്തായിരുന്നു. ആൻഡ് ആ ഒരു കമ്മിറ്റിയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട് 2022-23 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 2022-23 ബേസ് ഇയർ ആയിട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ആൻഡ് അടുത്ത വർഷം അതായത് ഫെബ്രുവരി 2026 മുതൽ എന്ത് ചെയ്യും ഈ പുതിയ ബേസ് ഇയർ ഇഫക്റ്റിൽ വരും. സോ ഫെബ്രുവരി 2026 മുതൽ എന്ത് ചെയ്യും ഈ ഒരു പുതിയ ബേസ് ഇയർ ഇഫക്റ്റിൽ വരുന്നതായിരിക്കും. 2011-12 നിന്ന് നമ്മുടെ ബേസ് ഇയർ GDP കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ നാഷണൽ ഇൻകം കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ബേസ് ഇയർ എന്ത് ചെയ്യും 2022-23 ഷിഫ്റ്റ് ചെയ്യും ഫ്രം ഫെബ്രുവരി 2026. അതുപോലെ തന്നെ IMF പറഞ്ഞ മറ്റ് റീസൺസിനകത്തെ ഒരു റീസൺ എന്ന് പറയുന്നത് ഇൻഫോർമൽ സെക്ടറിനകത്തുള്ള ഗ്യാപ്സ് ആയിരുന്നു. അതായത് ഇൻഫോർമൽ സെക്ടറിലെ ഡേറ്റ കാൽക്കുലേഷൻ എന്തല്ല അക്യുറേറ്റ് അല്ല എന്നുള്ളതായിരുന്നു മറ്റൊരു റീസൺ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇപ്പോഴും പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അതും IMF ചൂണ്ടിക്കാണിച്ചിട്ടുള്ള ഒരു ഫോൾട്ട് ആണ്. അതുപോലെ തന്നെ നമ്മൾ സെൻസസ് ഡിലേ ചെയ്ത്, സോ ഡിലേഡ് സെൻസസ് നമ്മൾ ഇപ്പോഴും യൂസ് ചെയ്യുന്ന 2011 സെൻസസ് ഡേറ്റയാണ്. സോ സെൻസസ് ഡിലേ ചെയ്യുന്നതും എന്ത് ചെയ്തിട്ടുണ്ട് IMF ഒരു റീസൺ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൽ എന്ത് ചെയ്യുന്നത് ഇന്ത്യക്ക് C ഗ്രേഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. എല്ലാത്തിലും C ഗ്രേഡ് അല്ല, ഒരു പെർട്ടിക്കുലർ പാരാമീറ്ററിൽ മാത്രമാണ് C ഗ്രേഡ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ആൻഡ് അത് പ്രൊവൈഡ് ചെയ്യാൻ അല്ലെങ്കിൽ അത് അലോട്ട് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത് ഒന്ന് ഇന്ത്യ പഴയ ബേസ് ഇയർ ആണ് ഇപ്പോഴും GDP കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് 2011-12. ബട്ട് അത് ഓൾറെഡി നമ്മൾ റിവൈസ് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്തു 2022-23. അതുപോലെ തന്നെ ഇൻഫോർമൽ സെക്ടറിൽ നമുക്ക് എന്തുണ്ട് ഒരുപാട് ഗ്യാപ്പുകളുണ്ട്. അതായത് ഡേറ്റ കാൽക്കുലേഷൻ ഒന്നും അത്ര അക്യുറേറ്റ് അല്ല, അല്ലെങ്കിൽ അവിടെ എന്തുണ്ട് ഒരുപാട് ലൂപ്പ് ഹോൾസ് ബാക്കി കിടപ്പുണ്ട്. അതായിരുന്നു ഒരു റീസൺ ആയിട്ട് പറഞ്ഞത്. അതുപോലെ തന്നെ നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് WPI എന്ത് ചെയ്യുന്നുണ്ട് പല സ്ഥലങ്ങളിലും ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. അതൊരു ഫോൾട്ട് ആയിട്ട് അവർ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതൊരു ഔട്ട്ഡേറ്റഡ് മെത്തേഡ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത് IMF കൺസിഡർ ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ സെൻസസ് ഡിലേ ചെയ്യുന്നതും എന്താണ് IMF ചൂണ്ടിക്കാണിക്കുന്ന ഒരു റീസൺ ആണ്. ഈ റീസൺസ് കൊണ്ടാണ് ഇന്ത്യക്ക് എന്ത് ചെയ്തത് C ഗ്രേഡ് അലോട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ലാംഗ്വേജ് ഡേ ഭാരതീയ ഭാഷാ ദിവസ്. ഇന്ത്യൻ ലാംഗ്വേജ് ഡേ ഭാരതീയ ഭാഷാ ദിവസ് is celebrated on the birth anniversary of
വിച്ച് ഗ്രേറ്റ് പേഴ്സണാലിറ്റി? ഏത് ഫേമസ് പേഴ്സണാലിറ്റിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് ഇന്ത്യൻ ലാംഗ്വേജ് ഡേ, ഭാരതീയ ഭാഷാ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ രവീന്ദ്രനാഥ ടാഗോർ, ഓപ്ഷൻ ബി സുബ്രഹ്മണ്യ ഭാരതി, ഓപ്ഷൻ സി മുൻഷി പ്രേംചന്ദ് ആൻഡ് ഓപ്ഷൻ ഡി ബങ്കിം ചന്ദ്ര ചാറ്റർജി. ഇവരിൽ ഏത് ഗ്രേറ്റ് പേഴ്സണാലിറ്റിയുടെ ബർത്ത് ആനിവേഴ്സറി ആയിട്ടാണ് ഇന്ത്യൻ ലാംഗ്വേജ് ഡേ, ദാറ്റ് ഈസ് ഭാരതീയ ഭാഷാ ദിവസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ്സ് ഓപ്ഷൻ ബി സുബ്രഹ്മണ്യ ഭാരതി. സുബ്രഹ്മണ്യ ഭാരതിയാണെന്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഇന്ത്യൻ ലാംഗ്വേജ് ഡേ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഡിസംബർ 11. സോ ഡിസംബർ 11 ആണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യൻ ലാംഗ്വേജ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത്. സോ ഇന്ത്യൻ ലാംഗ്വേജ് ഡേ സെലിബ്രേറ്റഡ് ഓൺ ഡിസംബർ 11 ആണ് എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് ഡേ ആയിട്ട് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ ബർത്ത് ആനിവേഴ്സറി ഓഫ് സുബ്രഹ്മണ്യ ഭാരതി. ആൻഡ് ഈ ഒരു ബർത്ത് ആനിവേഴ്സറി സുബ്രഹ്മണ്യ ഭാരതി എന്ന് പറയുന്ന വളരെ ഒരു ഗ്രേറ്റ് പോയറ്റും അതുപോലെ തന്നെ ഫ്രീഡം ഫൈറ്ററും ഒക്കെ ആയിരുന്നു. ആൻഡ് ഫ്രീഡം ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് സമയത്ത് അദ്ദേഹത്തിന്റെ പോയത്തിലൂടെ എന്ത് ചെയ്തിട്ടുണ്ട് നാഷണലിസം സ്പ്രെഡ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ഫ്രീഡം ഫൈറ്റർ അതുപോലെ തന്നെ വൺ ഓഫ് ദി ഗ്രേറ്റ് പോയറ്റ്സ് ആയിരുന്നു സുബ്രഹ്മണ്യ ഭാരതി. ആൻഡ് സുബ്രഹ്മണ്യ ഭാരതിയുടെ ബർത്ത് ഡേ ആണ് ഡിസംബർ 11 എന്ന് പറയുന്നത്. ആൻഡ് ആ ഒരു ബർത്ത് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഡിസംബർ 11 എന്ത് ചെയ്യുന്നത് ഇന്ത്യൻ ലാംഗ്വേജ് ഡേ, ഭാരതീയ ഭാഷാ ദിവസമായിട്ട് എന്ത് ചെയ്യുന്നത് സെലിബ്രേറ്റ് ചെയ്യുന്നത്. Next question. Where is the 20th session of UNESCO's Committee on Intangible Cultural Heritage being hosted in India? യുനെസ്കോയുടെ 20th session on UNESCO's committee, so UNESCO Committee on Intangible Cultural Heritage being hosted in India. യുനെസ്കോ കമ്മിറ്റി ഓൺ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ 20ാമത്തെ സെഷൻ ഇന്ത്യയിൽ എവിടെ വെച്ചിട്ടാണ് കണ്ടക്ട് ചെയ്യുന്നത് ഓർ ഹോസ്റ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ ഇന്ത്യ ഗേറ്റ്, ഓപ്ഷൻ ബി റെഡ് ഫോർട്ട്, ഓപ്ഷൻ സി രാഷ്ട്രപതി ഭവൻ ആൻഡ് ഓപ്ഷൻ ഡി കുത്തബ് മിനാർ. ഇതിൽ ഏത് പ്ലേസിൽ വെച്ചിട്ടാണ് 20th സെഷൻ യുനെസ്കോയുടെ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 20th സെഷൻ കണ്ടക്ട് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി റെഡ് ഫോർട്ട്. ന്യൂഡൽഹിയിലുള്ള റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു സെഷൻ എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. 20ാമത്തെ സെഷൻ യുനെസ്കോസ് കമ്മിറ്റി ഓൺ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ്, ഇതിന്റെ 20th സെഷൻ റെഡ് ഫോർട്ട്, ന്യൂഡൽഹിയിലെ റെഡ് ഫോർട്ടിൽ വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി എന്താണ് ഈ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പാർട്ട് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ ലൈഫിന്റെ പാർട്ടാക്കി കൊണ്ടുപോകുന്ന ട്രഡീഷൻസ് അതുപോലെ തന്നെ നമ്മുടെ മ്യൂസിക്, ഡാൻസ്, ആർട്ട് ഫോംസ് ഇതെല്ലാം എന്ത് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. അതായത് നമ്മൾ തലമുറയായിട്ട് കൈമാറി വരുന്ന നമ്മളുടെ ലൈഫിന്റെ പാർട്ടായിട്ടുള്ള ഫെസ്റ്റിവൽസ്, ഡാൻസ്, മ്യൂസിക്, ആർട്ട് ഫോംസ്, ട്രഡീഷൻസ് ഇതിനെയൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് വിളിക്കുന്നത്. ആൻഡ് ഈ ഒരു ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ റീസെന്റ് ആയിട്ട് ദീപാവലി ആഡ് ചെയ്തിട്ടുണ്ട്. സോ നമ്മുടെ ദീപാവലി ഓർ ദിവാലി എന്ത് ചെയ്തിട്ടുണ്ട് യുനെസ്കോയുടെ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് intangible cultural heritage of humanity. So Deepavali has been added to UNESCO's representative list. Representative list of intangible cultural heritage of humanity. So ഞാൻ ഓൾറെഡി ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്താണെന്നുള്ള കാര്യം. സോ ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് എന്ന് പറയുന്നത് എന്താണ് നമ്മൾ തലമുറയായിട്ട് കൈമാറി വരുന്ന നമ്മുടെ ഡെയിലി ലൈഫിന്റെ അല്ലെങ്കിൽ നമ്മുടെ ലൈഫിന്റെ പാർട്ടായിട്ടുള്ള ട്രഡീഷൻസ്, കൾച്ചേഴ്സ്, ആർട്ട് ഫോംസ്, ഡാൻസ്, മ്യൂസിക് ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജിന്റെ കാറ്റഗറിയിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ആൻഡ് റീസെന്റ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട് ദീപാവലി, നമ്മൾ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ദീപാവലി എന്ത് ചെയ്തിട്ടുണ്ട് യുനെസ്കോയുടെ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. സോ റെപ്രസെന്റേറ്റീവ് ലിസ്റ്റ് ഓഫ് ഇൻടാഞ്ചിബിൾ കൾച്ചറൽ ഹെറിറ്റേജ് ഓഫ് ഹ്യൂമാനിറ്റിയിലേക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ദീപാവലി ഇപ്പോൾ റീസെന്റ് ആയിട്ട് ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഇതാണ് ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ള ഫാക്ച്വൽ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Human Rights Day is celebrated on December 10 to mark the adoption of Universal Declaration of Human Rights in which year?
ഡിസംബർ 10ന് ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഏത് വർഷമാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 1945, ഓപ്ഷൻ ബി 1947, ഓപ്ഷൻ സി 1948 ആൻഡ് ഓപ്ഷൻ ഡി 1950. ഡിസംബർ 10 എല്ലാ വർഷവും ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. ഏത് വർഷമാണ് ഏത് വർഷമാണ് ഹ്യൂമൻ റൈറ്റ്സിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് 1948. സോ ഡിസംബർ 10 1948, ഡിസംബർ 10 1948 എന്ത് ചെയ്യുന്നത്, യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലി, ദാറ്റ് ഈസ് UN ജനറൽ അസംബ്ലി എന്ത് ചെയ്യുന്നത്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് അഡോപ്റ്റ് ചെയ്യുന്നത്. ദി യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓൺ ഹ്യൂമൻ റൈറ്റ്സ് was adopted by the UN General Assembly. യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലി ഈ ഒരു ഹ്യൂമൻ റൈറ്റ്സിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത് ഡിസംബർ 10 1948 ഈ ഒരു ഡേ കമ്മമറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഡിസംബർ 10 എല്ലാ വർഷവും ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് ഫ്രം ദ ഇയർ 1950. 1950 മുതൽ പിന്നീട് ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസംബർ 10 ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. യുണൈറ്റഡ് നേഷന്റെ ജനറൽ അസംബ്ലി 1948 ഡിസംബർ 10 എന്ത് ചെയ്യുന്നത്, ഹ്യൂമൻ റൈറ്റ്സിന്റെ യൂണിവേഴ്സൽ ഡിക്ലറേഷൻ അഡോപ്റ്റ് ചെയ്യുന്നത്. ആൻഡ് അത് കമ്മമറേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് 1950 മുതൽ 1950 മുതൽ എല്ലാ വർഷവും ഡിസംബർ 10 എന്ത് ചെയ്യാറുണ്ട്, ഹ്യൂമൻ റൈറ്റ്സ് ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In December 2025, Indigo's large-scale flight cancellations were primarily linked to which regulatory change by the DGCA? DGCA അവരുടെ റെഗുലേഷനകത്ത് വരുത്തിയ എന്ത് ചേഞ്ച് മൂലമാണ് ഡിസംബർ 2025 ഇൻഡിഗോ എയർലൈൻസിന്റെ പല ഫ്ലൈറ്റുകളും, ദാറ്റ് ഈസ് അറൌണ്ട് 4000, ഏതാണ്ട് 4000-ഓളം ഫ്ലൈറ്റുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇൻഡിഗോ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. ഡിസംബർ 2025 മാത്രം ഏതാണ്ട് 4000-ഓളം ഫ്ലൈറ്റുകൾ എന്ത് ചെയ്തു, ഇൻഡിഗോയുടെ എയർലൈൻസ് ക്യാൻസൽ ചെയ്തു. ആൻഡ് അതിന് റീസൺ ആയിട്ടുള്ള, അല്ലെങ്കിൽ അത് എന്ത് റെഗുലേറ്ററി ചേഞ്ച് മൂലമാണ് ഇൻഡിഗോ ഈ 4000-ലധികം ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ increase in airport slot utilization targets. Option B introduction of dynamic airfare caps on metro routes. Option C mandate to retrofit older aircraft with new avionics. And option D revision of flight duty time limitations. ഇതിൽ ഏത് റീസൺ മൂലമാണ്, ഇൻഡിഗോ ലാർജ് സ്കെയിൽ ഫ്ലൈറ്റ് ക്യാൻസലേഷൻസ്, ദാറ്റ് ഈസ് അറൌണ്ട് 4000-ഓളം ഫ്ലൈറ്റുകൾ ഡിസംബർ 2025 ക്യാൻസൽ ചെയ്തത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് റിവിഷൻ ഓഫ് ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ്. ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈമിനകത്തുള്ള ലിമിറ്റേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിഗോ ഇത്രയും ലാർജ് സ്കെയിലിൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. സോ ഇതിന്റെ അതായത് ഒരു ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസിന്റെ വൺ ഓഫ് ദി മെയിൻ പ്രൊവിഷൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പൈലറ്റുകൾക്ക് വീക്ക്ലി, എല്ലാ വീക്കിലും പൈലറ്റുകൾക്ക് മാൻഡേറ്ററി ആയിട്ട് കൊടുക്കേണ്ട റെസ്റ്റിംഗ് അവേഴ്സ് എന്ത് ചെയ്തു, 36 അവേഴ്സിൽ നിന്ന് 48 അവേഴ്സ് ആയിട്ട് എന്ത് ചെയ്തു, ഇൻക്രീസ് ചെയ്തു. നേരത്തെ ഒരു വീക്കില് പൈലറ്റുകൾക്ക് മസ്റ്റ് ആയിട്ട് കമ്പൽസറി ആയിട്ട് കൊടുക്കേണ്ട റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 36 അവേഴ്സ് ആയിരുന്നു. അതെന്ത് ചെയ്തു, 48 അവേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇങ്ങനെ 48 അവേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തത് മൂലം ഇൻഡിഗോയ്ക്ക് പൈലറ്റുകളുടെ ഷോർട്ടേജ് നേരിടേണ്ടി വന്നു. ആൻഡ് പൈലറ്റുകളുടെ ഷോർട്ടേജ് മൂലമാണ് എന്ത് ചെയ്തത്, ഇൻഡിഗോ ഇത്രയും ഫ്ലൈറ്റുകൾ എന്ത് ചെയ്ത് ക്യാൻസൽ ചെയ്ത്. സോ ബേസിക്കലി പൈലറ്റുകളുടെ ഷോർട്ടേജ് ആണ് എന്ത് ചെയ്ത് ഇൻഡിഗോയ്ക്ക് ഇത്രയും കൂടുതൽ ഫ്ലൈറ്റുകൾ ക്യാൻസൽ ചെയ്യാനുള്ള റീസൺ ആയിട്ട് വന്നത്. റീസൺ എന്താണ്, DGCA അവരുടെ റെഗുലേഷൻസ് ചേഞ്ച് ചെയ്തു. പൈലറ്റ്സിന്റെ ഫ്ലൈറ്റ് ഡ്യൂട്ടി ടൈം ലിമിറ്റേഷൻസ് എന്ത് ചെയ്തു, റിവൈസ് ചെയ്തു. അത് പ്രകാരം പൈലറ്റ്സിന് മാൻഡേറ്ററി ആയിട്ട് ഒരു വീക്കിലി കിട്ടേണ്ട റെസ്റ്റ് ടൈം എന്ന് പറയുന്നത് 36 അവേഴ്സിൽ നിന്ന് 48 അവേഴ്സ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു. ഇത്രയും റെസ്റ്റ് പീരീഡ് കൊടുത്ത മൂലം പൈലറ്റ്സിന്റെ ഷോർട്ടേജ് ഇൻഡിഗോ ഫേസ് ചെയ്തു. അതുമൂലമാണ് എന്ത് ചെയ്തത്, ഇത്രയും ലാസ്റ്റ് ക്യാൻസലേഷൻസ് വന്നത്. ആൻഡ് ഇത് മാത്രമല്ല, ഇതിനകത്ത് ഒരുപാട് പ്രൊവിഷൻസ്, പുതിയ റെഗുലേഷൻസിനകത്ത് ഒരുപാട് പ്രൊവിഷൻസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എന്താണ്, നൈറ്റ് ടൈമിൽ ഒരു പൈലറ്റിന് ലാൻഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ത് ചെയ്തു, അവർ ലിമിറ്റ് ചെയ്തായിരുന്നു. അതായത് നൈറ്റ് ടൈമിലുള്ള ലാൻഡിങ്സ് എന്ത് ചെയ്തു, ലിമിറ്റ് ചെയ്തു, അല്ലെങ്കിൽ അതിനൊരു ക്യാപ്പ് കൊണ്ടുവന്നായിരുന്നു. അതുപോലെ തന്നെ പിന്നെയും കുറച്ച് റെഗുലേഷൻസ് ഒക്കെ കൊണ്ടുവന്നു. സോ മെയിൻ ആയിട്ട് ഈ ഒരു മാൻഡേറ്ററി റെസ്റ്റ് ടൈം ഇൻക്രീസ് ചെയ്തും അതുപോലെ തന്നെ നൈറ്റ് ലാൻഡിങ്സ് ലിമിറ്റ് ചെയ്തും മൂലം പൈലറ്റുകളുടെ ഷോർട്ടേജ് വന്നു. അതാണ് ഇത്രയും ഫ്ലൈറ്റ് ക്യാൻസലേഷൻസിന് റീസൺ ആയിട്ട് വന്നിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ തീം ഓഫ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ IISF 2025?
ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ IISF 2025ന്റെ തീം എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ സയൻസ് ഫോർ ട്രാൻസ്ഫോർമേഷൻ, ഓപ്ഷൻ ബി വിഗ്യാൻ സെ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത്, ഓപ്ഷൻ സി ഇന്നോവേഷൻ ആത്മനിർഭരത ഇന്ത്യ ഫോർ ഗ്ലോബൽ ഗുഡ്, ആൻഡ് ഓപ്ഷൻ ഡി സയൻസ് ആൻഡ് ടെക്നോളജി ഫോർ അമൃത് കാൽ. ഇതിലേതാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ, ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ 2025 തീം എന്നാണ് ക്വസ്റ്റ്യൻ. കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഓപ്ഷൻ ബി വിഗ്യാൻ സെ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത്. വിഗ്യാൻ സെ സമൃദ്ധി ഫോർ ആത്മനിർഭർ ഭാരത് എന്നുള്ളതാണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ IISF 2025ന്റെ തീം എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു IISF 2025 എവിടെയാണ് ഹെൽഡ് ചെയ്യുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് പഞ്ച്കുള ഇൻ ഹരിയാന. സോ ഹരിയാനയിലെ പഞ്ച്കുളയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു IISF 2025 ഹെൽഡ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഹെൽഡ് ഇൻ പഞ്ച്കുള ഓഫ് ഹരിയാന. സോ ഹരിയാനയിലെ പഞ്ച്കുളയിലാണ് എന്ത് ചെയ്യുന്നത് ഈ ഒരു ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവൽ 2025 ഹെൽഡ് ചെയ്യുന്നത്. ആൻഡ് ദിസ് ഈസ് ദ 11th എഡിഷൻ. ഈ ഒരു സയൻസ് ഫെസ്റ്റിവലിന്റെ 11ാമത്തെ എഡിഷൻ ആണ് ഇപ്പൊ പഞ്ച്കുള, ഹരിയാനയിലെ പഞ്ച്കുളയിൽ എന്ത് ചെയ്യുന്നത് നടന്നുകൊണ്ടിരിക്കുന്നത്. 11th എഡിഷൻ, 11ാമത്തെ എഡിഷൻ ആണ് ഇന്ത്യ ഇന്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന്റെ 11ാമത്തെ എഡിഷൻ ആണ് എന്ത് ചെയ്യുന്നത് ഹരിയാനയിലെ പഞ്ച്കുളയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഈസ് ഒബ്സർവ്ഡ് ഗ്ലോബലി ഓൺ വിച്ച് ഡേറ്റ്? ഏത് ദിവസമാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ഒബ്സർവ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ December 7, ഓപ്ഷൻ ബി December 9, ഓപ്ഷൻ സി December 10 ആൻഡ് ഓപ്ഷൻ ഡി December 11. ഇതിൽ ഏത് ദിവസമാണ് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി December 9. സോ December 9 എല്ലാ വർഷവും December 9-നാണ് എന്ത് ചെയ്യുന്നത് ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്. ആൻഡ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ. ഈ ഒരു വർഷത്തെ 2025 തീം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ. കറപ്ഷനെതിരെ യൂത്തിനെ എന്ത് ചെയ്യുക, അല്ലെങ്കിൽ യൂത്തുമായിട്ട് എന്ത് ചെയ്യുക, യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. തീം ഈസ് യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ. കറപ്ഷനെതിരെ എന്ത് ചെയ്യുക, യൂത്തുമായിട്ട് യുണൈറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ വർഷത്തെ തീം എന്ന് പറയുന്നത്. സോ the theme for 2025 is uniting with youth against corruption and shaping tomorrow's integrity. ഇതാണെന്ത് ഈ ഒരു വർഷത്തെ തീം എന്ന് പറയുന്നത്, ഷേപ്പിംഗ് ടുമോറോസ് ഇന്റഗ്രിറ്റി. ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്നത് എല്ലാ വർഷവും December 9 ആണ്. ആൻഡ് 2025 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത് യുണൈറ്റിംഗ് വിത്ത് യൂത്ത് അഗെയിൻസ്റ്റ് കറപ്ഷൻ ഷേപ്പിംഗ് ടുമോറോസ് ഇന്റഗ്രിറ്റി. സോ ദിസ് ഇസ് ദ തീം ഓഫ് ദ 2025 ഇന്റർനാഷണൽ ആന്റി കറപ്ഷൻ ഡേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The ISRO Gaganyaan G1 mission scheduled for December 2025 will carry which humanoid robot to simulate human responses in space? സ്പേസിലെ ഹ്യൂമൻ റെസ്പോൺസസ് സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ അനുകരിക്കുന്നതിന് വേണ്ടിയിട്ട് ഗഗൻയാൻ G1 മിഷനിൽ ഏത് ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് ക്യാരി ചെയ്യാൻ പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ മിത്ര, ഓപ്ഷൻ ഡി വ്യോമിത്ര, ഓപ്ഷൻ സി ദക്ഷ്, ഓപ്ഷൻ ഡി മാനം. ഇതിൽ ഏത് ഹ്യൂമനോയിഡ് റോബോട്ടിനെയാണ് ഹ്യൂമൻ റെസ്പോൺസ്, സ്പേസിലുള്ള ഹ്യൂമൻ റെസ്പോൺസസ് സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗഗൻയാൻ G1 മിഷനിൽ ക്യാരി ചെയ്യാൻ പോകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. സോ ദിസ് ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി വ്യോമിത്ര. വ്യോമിത്രയാണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് വ്യോമിത്ര എന്ന് പറയുന്നത് ഒരു ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണ്. ഇറ്റ് ഈസ് എ ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട്. ഒരു ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണെന്ന് വ്യോമിത്ര എന്ന് പറയുന്നത്. വ്യോമിത്ര ഈസ് എ ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട്. ഒരു ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് ആണെന്ന് വ്യോമിത്ര എന്ന് പറയുന്നത്. ആൻഡ് വ്യോമിത്രയെ ഈ ഒരു ഗഗൻയാൻ G1 മിഷനിൽ ക്യാരി ചെയ്യുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പേസിൽ ലൈഫ് സപ്പോർട്ട് സിസ്റ്റം എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പേസിൽ ഹ്യൂമൻ റെസ്പോൺസസ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ഗ്രാവിറ്റിക്കെതിരെ മൈക്രോ ഗ്രാവിറ്റിക്കെതിരെ ഹ്യൂമൻ റെസ്പോൺസസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണെന്ത് ഈ ഒരു വ്യോമിത്ര ക്യാരി ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നത്. അതായത് ഇൻ റിയൽ നമ്മൾ ഹ്യൂമൻസിനെ സ്പേസിലേക്ക് അയക്കുന്നതിന് മുന്നേ തന്നെ സ്പേസിൽ എത്തിക്കഴിഞ്ഞാൽ
ഹ്യൂമൻസ് എങ്ങനെയായിരിക്കും ആ ഒരു മൈക്രോ ഗ്രാവിറ്റിയിൽ സർവൈവ് ചെയ്യുക, അല്ലെങ്കിൽ ഹ്യൂമൻസിന്റെ റെസ്പോൺസ് എന്തായിരിക്കും ഇൻ ദാറ്റ് മൈക്രോ ഗ്രാവിറ്റി. അതുപോലെ തന്നെ സ്പേസിലുള്ള ലൈഫ് സപ്പോർട്ട് സിസ്റ്റമായിട്ട് ഹ്യൂമൻസ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്. ഈ രീതിയിലുള്ള കാര്യങ്ങൾ സിമുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും അനലൈസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഒരു ഫീമെയിൽ ഹാഫ് ഹ്യൂമനോയിഡ് റോബോട്ട് ആയിട്ടുള്ള വ്യോമിത്ര എന്ത് ചെയ്യുന്നത് ഇത്തവണ ഗഗൻയാൻ G1 മിഷനിൽ എന്ത് ചെയ്യുന്നത് ക്യാരി ചെയ്യാനായിട്ട് പോകുന്നത്. ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീക്കിലെ ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നി നമ്മൾ പിക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വീക്കിൽ അടുത്ത ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ്, കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. താങ്ക് യു.